ഹലോ, ജിഞ്ചർ ഗാർലിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുഡിങ്ങും കേക്കും ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ പുറകെ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു സ്പൈസി ആയിട്ടൊരു ഐറ്റം ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ നമ്മുടെ എറണാകുളത്തും ട്രിവാൻഡ്രത്തൊന്നും ഈ ഒരു ഐറ്റം കണ്ടിട്ടില്ല. ഞാൻ തലശ്ശേരിയിൽ താമസിക്കുമ്പോഴാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഐറ്റം എന്താണെന്ന് കണ്ടു നോക്കാം. കോഴിക്കാല ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ കോഴിക്കാല ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് കോഴിയല്ല യൂസ് ചെയ്യുന്നത്, കപ്പ വെച്ചിട്ടാണ് ഈ കോഴിക്കാല ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് കട്ട് ചെയ്യുന്ന പോലെ നമ്മുടെ കപ്പ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തിക്നെസ് കൂടാനും പാടില്ല, ഒത്തിരി തിന്നാകാനും പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട ഐറ്റംസ് കണ്ടു നോക്കാം. ഇതൊരു 10-15 അല്ലി വെള്ളുള്ളിയാണുള്ളത്, ചതച്ചെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ തൊണ്ടോടുകൂടി ചതച്ചെടുത്തിട്ട് അത് കഴുകിയതിന് ശേഷം ചതച്ചെടുക്കുക. പിന്നെ ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ജീരകം താല്പര്യമില്ലാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. ഇത് 2.25 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതൊരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1/4 ടേബിൾ സ്പൂൺ അളവിൽ നമ്മുടെ ഗരം മസാല വേണം. അരിപ്പൊടി 2 ടേബിൾ സ്പൂൺ അളവിൽ വേണം. പിന്നെ നമുക്ക് 1/4 കപ്പ് അളവിൽ കടലപ്പൊടിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് കായത്തിൻ്റെ പൊടി വേണം. പിന്നെ ഉപ്പ്, വെള്ളം, പിന്നെ ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. മിക്സ് ചെയ്യേണ്ടത്, അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. അതിൻ്റെ അകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പ ആഡ് ചെയ്ത് കൊടുക്കാം. കപ്പ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കാണിച്ച വെള്ളുള്ളി ചതച്ചതും ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അവിടെ പൊടി ഐറ്റംസ്, മുളക് പൊടി 2.25 ടേബിൾ സ്പൂൺ, ഒരു 1/4 ടേബിൾ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, അരിപ്പൊടി, കായത്തിൻ്റെ പൊടിയും ഉപ്പ് ഇതെല്ലാം കൂടെ ചേർക്കുക. ഉപ്പ് ഒന്ന് അത്യാവശ്യം ഇതായിട്ട് ഇട്ട് കൊടുക്കുക, കാര്യം കപ്പയിലേക്ക് ഉപ്പൊന്ന് പിടിക്കണം. ഇനി വെള്ളം, കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് വെള്ളം നിങ്ങൾ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കുക. ഒത്തിരി വെള്ളം ഒന്നിച്ച് ഒഴിച്ചു കൊടുക്കരുത്. കടലപ്പൊടി ഇട്ടിട്ട് നമുക്ക് ആദ്യം ഇതിനെ കൈകൊണ്ടൊന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല, എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുവാണ്. വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിച്ചൊഴിക്കുക. ഒത്തിരി വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ കറക്റ്റ് ഇതായിട്ട് കിട്ടുകയില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-20 മിനിറ്റെങ്കിലും നമ്മൾ പുറത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കുക. അപ്പോൾ ആ മസാലയും ഉപ്പും ഇതെല്ലാം നല്ലതുപോലെ പിടിക്കും. എന്നിട്ട് നമ്മളിത് കണ്ടോ, കുറച്ചായിട്ടൊന്ന് എടുത്ത് നോക്കുക. കുറച്ച് പീസായിട്ട് എടുത്ത് നോക്കുക. അതിൻ്റെ ആ സെൻറ്റർ പോർഷനിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ജസ്റ്റ് ആ സെൻറ്ററിൽ മാത്രം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു ഇത്. അല്ലെങ്കിൽ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാം വെവ്വേറെ ആയിപ്പോയി എണ്ണയിലിടുന്ന സമയത്ത്. ഇത് ഇത്രയേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് എടുക്കുക, അതിൻ്റെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടിട്ടാണ് പറയുന്നത് വെള്ളം ഒത്തിരി കൂടി പോകണ്ട. ഇനിയിപ്പോൾ ഇത് ഞാനൊരു 10-20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഞാൻ റെസ്റ്റ് ചെയ്തെടുത്തിരിക്കുന്ന സാധനമാണ്. നമുക്കൊരു പാൻ വയ്ക്കാം. ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള എണ്ണയും കൂടെ ഒഴിച്ചിട്ട് നല്ലതുപോലെ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മളത് ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം.
ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലിടാം. പിന്നെ ഒത്തിരി ഇതായിപ്പോയത് കപ്പ ആയതുകൊണ്ട് തന്നെ ഒത്തിരി എണ്ണ കുടിക്കും. അപ്പോൾ ഓവറായിട്ട് ഫ്രൈ ആയിപ്പോയി കഴിഞ്ഞാൽ കരിഞ്ഞ് നാശമായിപ്പോവും. അപ്പോൾ അത് കാരണം ശ്രദ്ധിച്ചെടുക്കുക. നമുക്ക് ഒത്തിരി ഫ്രൈ ആകുകയും വേണ്ട, ഒത്തിരി ഫ്രൈ ആകാതെ ഇരിക്കരുത്, രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരു ഇതിലായിരിക്കണം. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു സൈഡ് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും മറ്റേ സൈഡ് കൊണ്ട് മറിച്ചിട്ട് കൊടുക്കുക. അവിടെ തലശ്ശേരിയിൽ ചായക്കടകളിൽ വൈകുന്നേരത്തെ പ്രധാന ഐറ്റമാണ്. നല്ല ടേസ്റ്റാണ്. കണ്ടോ, ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. താങ്ക് യു.